ഇപ്പൊ സുരേഷിനെ കാണും വലിയൊരു ഹീറോ വർഷിപ്പ് ഉണ്ട്. സുരേഷ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. കാരണം പാമ്പിനെ കുറിച്ചുള്ള ഒരുപാട് ധാരണാപേക്ഷകൾ ഇപ്പൊ ഞാൻ ചെയ്ത പല സംവാദങ്ങളിലും സുരേഷിന്റെ സാന്നിധ്യം. അതിന് എഡ്യൂക്കേഷൻ എന്ന് പറയരുത് സർ, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. എന്തോ എങ്ങനെ പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. അത് തെറ്റാണ്. അത് ശുദ്ധ മണ്ടത്തിലാണ്. 65 വയലേ എടുത്തിട്ടുള്ളൂ. 65 വയൽ 120 കിടന്ന് ഞാൻ കരിഞ്ഞു അതിനെ. പൊക്കളും ചുറ്റും കപം കെട്ടുമ്പോ ആ കപം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്നു സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒരിക്കലും എനിക്ക് ബോധമില്ല സഹോദര, ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. കാറിൽ കയറിയപ്പോ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഈ ബാബ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ 2006 എന്നിട്ട് ഈ പഠിച്ച പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറയുന്നത് ബാബ സുരേഷിനെ തെറി പറയുന്നത്. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിലവിൽ സർപ്പ ആപ്പ് വന്നതിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അംഗീകാരമുള്ള കമ്മിറ്റിയാണ് സർപ്പ ഗൈഡ് ലൈൻ കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ മാസ്റ്റർ ട്രെയിനേഴ്സിനെ ആരെങ്കിലും ഒരാളെ ബാബ സുരേഷ് പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റും. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, വീഡിയോ അടക്കം കാണിച്ചു തരാം. 2006 വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയരുത്, അത് കള്ളമാണ്. ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ജോലി വരെ ഓഫർ ചെയ്തിരുന്നു. അല്ല, അതൊക്കെ തട്ടിപ്പാണ്. അതിന് മറുപടി അനുഭവത്തിന് ജോലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് വാച്ചറായിട്ട് ജോലി കയറാനായിട്ട് പറഞ്ഞത്. താൽക്കാലിക വാച്ചറായിട്ട് കയറും. ഏതെങ്കിലും ചെക്ക് പോസ്റ്റിൽ പോയിട്ട് കയറി വെക്കാനും താക്കാനും ഇരിക്കും. അതേ പറ്റുള്ളൂ ജീവിതത്തിൽ. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോന്നുള്ളതല്ല. ഞാൻ ലൈസൻസ് ഞാൻ പാലിക്കുന്നു. നിങ്ങൾ നോക്കണേ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഈ റെസ്ക്യൂർമാർന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാര് പാമ്പിനെ കൊണ്ട് പല ജനവാസ മേഖലയിലും തുറന്നു വിടുന്നുണ്ട്. തെളിവ് സഹിതം എന്റെ ഉണ്ട്. സന്തോഷായി, നല്ല സന്തോഷായി. ലൈസൻസ് ക്യാൻസൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ വിട്ട കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തുറന്നു വിട്ടു. അല്ല, പുള്ളിന്ന് പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇപ്പോഴും പിടിക്കുന്നുണ്ട്. എങ്ങനെ പിടിക്കണേ? 3000, 3500, 4000, 2500 പൈസ വാങ്ങിച്ചിട്ടാ പിടിക്കണത്. തെളിവാണോ നിങ്ങൾ? എന്റെ ഉണ്ട് വീഡിയോ. കൗതുക ലേശം കൂടുതലാണ്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനം? നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിറ്റേക്കറിനോ ചോദിക്കുന്നില്ല? അദ്ദേഹം വെയിറ്റ് ചെയ്യും മനുഷ്യൻ. ഞാൻ പറയട്ടെ, ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ബുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ശൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എണ്ണ് നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. എന്നോട് അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, ബാബാസുരേഷ് മാത്രം ചോദിക്കില്ലേ? എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്.